അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പിങ്ക് ജയന്റ് ഗൗരാമികളുടെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ റെഡ് ടൈലുകളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള പിങ്ക് ജയന്റ് ഗൗരാമികൾ. ഈ കാണുന്ന 2 ടബിൽ ഇത്തിരി വലുപ്പമുള്ളതാണ്, ഏകദേശം ഒരു 5 ഇഞ്ച് സൈസ് വരുന്നതാണ്. പിന്നെ അപ്പുറത്ത് വേറെ 4 ടബുകളുണ്ട്, അതിനകത്ത് കുറച്ച് ചെറിയ സൈസാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതല്ല, നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങിയതാണ്. ഇപ്പോൾ ഈ ഒരു സൈസിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടബുകളിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് സൈസിലേക്കൊക്കെ എത്തിക്കാനായിട്ട് പറ്റും, പക്ഷേ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും വളരുന്നത് മാത്രം. ഇതുപോലുള്ള ടബുകളിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് സൈസൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വലുപ്പമുള്ള സ്പേസിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഈ കാണുന്ന 2 എണ്ണത്തിനെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ എടുക്കുന്ന ടാങ്കിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള ചെറിയ സൈസുകൾ. പിന്നെ അപ്പുറത്തെ 2 ടബുകളിലായിട്ട് വേറെ 2 എണ്ണം കിടക്കുന്നുണ്ട്, നമ്മളിപ്പോൾ കാണിക്കാം. അപ്പോൾ ടബുകളിലിട്ട് ഇതുപോലെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടിട്ട് നമുക്കൊരു 5 ഇഞ്ച് 6 ഇഞ്ച് വരെയൊക്കെ മാക്സിമം വളർത്താനായിട്ട് പറ്റും. അതിൽ കൂടുതലൊന്നും നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അധികം സ്പേസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സൈസ് ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുറച്ച് വലിയ ടാങ്കിലേക്ക്, ഔട്ട്ഡോർ ടാങ്ക് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു ടബും പിന്നെ ഇവിടെ നമ്മൾ പുറത്ത് ഒരു ടബും കൂടി വെച്ചിട്ടുണ്ട്, അതിനകത്താണ് ബാക്കി 2 എണ്ണം എടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു 6 എണ്ണമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ 2 വലിയ സൈസ്, അതിൻ്റെ ശരീരത്തിലൊക്കെ നല്ല രീതിയിൽ പിങ്ക് കളർ കയറി വന്നിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ സ്പേസുകളിലൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഓവറായിട്ടൊന്നും അവർക്ക് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓവർ ഫീഡിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് സ്വിം ബ്ലാഡറിൻ്റെ ഒക്കെ പ്രോബ്ലം വരാനായിട്ട്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഫീഡ് ചെയ്താൽ മതി. നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. കാരണം അഗ്രസീവായിട്ടൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് മോശമാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് മോശമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാട്ടർ ചേഞ്ച് ഒക്കെ കൊടുക്കേണ്ടി വരും. അത് ചെയ്യാനായിട്ട് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫംഗസ്, വൈറ്റ് സ്പോട്ട് പോലുള്ളതൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജയന്റ് ഗൗരാമികൾക്ക് ഇതുവരെ ഫംഗസ്, വൈറ്റ് സ്പോട്ട് പോലുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് ആ സ്വിം ബ്ലാഡറിൻ്റെ ഒരു പ്രോബ്ലം മാത്രമാണ്. അത് മുമ്പ് പല വീഡിയോകളിലായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഫ്രണ്ടിലത്തെ ലൈനിൽ ഇരിക്കുന്നതെല്ലാം നമ്മുടെ റെഡ് ടൈൽ ജയന്റ് ഗൗരാമികളാണ്. നമ്മൾ മുമ്പ് അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്, വെള്ളത്തിൽ ആൽഗ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഈ പിങ്കുകൾ എടുക്കുന്ന ടബുകളിലാണെങ്കിലും അതിനകത്ത് ആൽഗ വാട്ടർ തന്നെയാണ്. ചിലതിൽ കുറച്ച് ആൽഗ കുറവാണ്, എങ്കിലും അവരുടെ കളർ ഈ പിങ്ക് വൈറ്റിഷ് കളർ ആയതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതുപോലെ നെറ്റ് പോലും പൊക്കാണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മളിപ്പോൾ ഈ നെറ്റ് പൊക്കാനൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇവരെ പ്രോപ്പറായിട്ട് കാണാനായിട്ട് കിട്ടില്ല, കാരണം ചിലപ്പോൾ താഴോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാണുന്ന 2 എണ്ണത്തിന് നമ്മൾ ചിക്കൻ്റെ ചെറിയ പീസുകളെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നമ്മൾ ഫുഡ് കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. പെല്ലറ്റ് ഫുഡും നോൺ വെജും ആണ് ഇപ്പോൾ നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നത്. ഇലവർഗ്ഗങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല. നമ്മൾ സാധാരണ കുറച്ച് സൈസ് ആയതിനു ശേഷമാണ് ഈ ഇലവർഗ്ഗങ്ങൾ കൊടുത്തു തുടങ്ങാറുള്ളത്. ചിക്കൻ ആഴ്ചയിൽ 2 തവണ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഈ മെറ്റബോളിസം ഒക്കെ സ്ലോ ആയതുകൊണ്ട് നമ്മൾ ഒരു തവണയെ കൊടുക്കുന്നുള്ളൂ, ഒരു ദിവസമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ പെല്ലറ്റ് ഫുഡാണ് ഫീഡ് ചെയ്യുന്നത്. ഫീഡിങ് ഡെയിലി നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇതുപോലെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് ഓരോ ഫുഡ് മാറി മാറി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താനായിട്ട് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. റെഡ് ടൈൽ, ആൽബിനോ, പിങ്ക്, ബ്ലാക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സൈസും പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം, ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പിങ്ക് ജയന്റ് ഗൗരാമിയുടെ അപ്ഡേറ്റ്. ഇനി അടുത്തായിട്ട് നമ്മൾ ആൽബിനോ ജയന്റ് ഗൗരാമിയുടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.